പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് സോയാബീനും പുഴുങ്ങിയ മുട്ടയും വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഒരു സ്നാക്കാണ് കാണിക്കുന്നത്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് സോയാബീൻ ഇട്ട് കൊടുക്കുകയാണ്. സോയാബീൻ ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. അപ്പോഴേക്കും ഏകദേശം ഒന്ന് സോയാബീനൊക്കെ ഒന്ന് വെന്ത് കിട്ടിക്കോളും. ഇതിപ്പോൾ ഞാനിവിടെ 3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഇതൊന്ന് കോരിയെടുക്കാം. ഇതിപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടാണ് കേട്ടോ. അതുപോലെ തന്നെ സോയാബീനിലൊക്കെ നല്ല വെള്ളമുണ്ട്. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഈ സോയാബീൻ നല്ലപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് നമുക്ക് കളയേണ്ടതുണ്ട്. അപ്പോൾ ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് നല്ല പ്രസ് ചെയ്തിട്ട് പിഴിഞ്ഞെടുക്കാം. എല്ലാം നമുക്ക് ഇതുപോലെ പിഴിഞ്ഞെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ നമ്മൾ കംപ്ലീറ്റ് കളഞ്ഞിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വലിയ സൈസ് വെളുത്തുള്ളിയാണ് കേട്ടോ. ചെറിയ സൈസ് വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 4-5 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉണക്കമുളക് 1 ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളകിൻ്റെ ഒക്കെ അളവ് കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ വലിയ ജീരകം, ഒരു നുള്ള് ഗരം മസാല അളവിൽ കൂടുതൽ ഇട്ട് കൊടുക്കേണ്ട, കാരണം ആ ഒരു ചുവ മുന്നിട്ട് നിൽക്കും. ഒരു നുള്ള് മാത്രം മതി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ മിക്സിൻ്റെ ജാറിൽ നമുക്കിത് കുറേശ്ശെ അരച്ചെടുത്താൽ മതി. 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ നല്ല അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ മതി. കണ്ടോ, ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒട്ടും ഉപ്പ് ഇട്ടിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം തന്നെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കുറേശ്ശെ മൈദ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി മൈദ നിങ്ങൾക്ക് ചേർക്കാൻ ഇഷ്ടമല്ലെങ്കിൽ 1/2 കപ്പ് ഗോതമ്പ് പൊടി ഇതിലേക്ക് ഉപയോഗിക്കാം. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമല്ല. നമുക്ക് കുറേശ്ശെ മൈദ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു റെസിപ്പിയിലേക്ക് കാടമുട്ടേൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. ഞാനിവിടെ കുറച്ച് കാടമുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അപ്പോൾ കാടമുട്ട നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ കോഴിമുട്ട ഉപയോഗിച്ചിട്ടും ചെയ്തെടുക്കാം. കോഴിമുട്ടയാണെങ്കിൽ പുഴുങ്ങി എടുത്തിട്ട് 4 ആക്കി കട്ട് ചെയ്തെടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇനി എങ്ങനെയാണ് ഈ ഒരു കാടമുട്ട നമ്മൾ നേരത്തെ അരച്ചു വെച്ച സോയാബീനിലൊക്കെ ഇട്ടൊന്ന് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തടവിയെടുക്കാം. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു കൂട്ടൊന്ന് കുറച്ചെടുക്കാം. ഒരു നാരങ്ങ വലുപ്പത്തിൽ എടുത്തിട്ട് ഒന്ന് ഉരുട്ടി എടുത്തിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ള കാടമുട്ട വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിലോ ബ്രെഡ് റോളൊക്കെ ഉണ്ടാക്കില്ല, ആ ഒരു ഷേപ്പിൽ നമുക്കിതൊന്ന് ഉരുട്ടിയെടുത്താൽ മതി ഇതുപോലെ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോന്നും ചെയ്യുന്നതിന് മുമ്പായിട്ട് കൈ ഒന്ന് എണ്ണ വെച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളം കൊണ്ടൊന്ന് തടവി എടുക്കണം കേട്ടോ. കാരണം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ സോയാബീൻ്റെ കൂട്ട് നല്ല ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാണ്. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആവശ്യത്തിന് ഓയിൽ ഞാനിതാ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് വെച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഒരു സൈഡ് ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ആയി വരട്ടെ. അതിന് ശേഷം ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. പതുക്കെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡും ഇതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് ഞാനിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതും എണ്ണയിൽ നിന്നൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ ഈ സ്നാക്ക് നല്ല ചൂടോട് കൂടി തന്നെ ഞാനിത് കെച്ചപ്പിൻ്റെ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ചൂടോട് കൂടി കഴിക്കുകയാണെങ്കിൽ പുറം നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാനായിട്ട് പറ്റും. നല്ല ചൂട് ചായൻ്റെ കൂടെയോ അല്ലെങ്കിൽ നല്ല ചൂട് കട്ടൻ കാപ്പിൻ്റെ കൂടെ നമുക്ക്
ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണിത്. അപ്പോൾ സോയാബീൻ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ആ സോയാബീനും അതുപോലെ തന്നെ ആ മുട്ടയൊക്കെ വെച്ച് നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നാക്കി കൊടുക്കുക കേട്ടോ.